ഹലോ ഗായ്സ്, അപ്പം എന്നത് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് തക്കാളി ചട്നി. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പം അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് കോക്കനട്ട് ഓയിൽ ഉള്ളതുകൊണ്ട് അതാണ് ഒഴിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തോട്ട് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. അത് നമ്മുടെ കുറച്ചിട്ടാൽ മതി കേട്ടോ, ഒരുപാടൊന്നും ഇടണ്ട, കുറച്ചിട്ടാൽ മതി. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇനിയിപ്പം എൻ്റെ അടുത്ത് ചെറുതാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 2 അല്ലി ഇട്ട് കൊടുത്തത്. വലുതുണ്ടെങ്കിൽ 1 അല്ലി മതി. പിന്നെ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. സവോള വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പക്ഷെ ടേസ്റ്റ് കൂടാൻ കുറച്ചുകൂടെ നല്ലത് ചെറിയുള്ളിയാണ്. അപ്പം ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ചെറിയുള്ളിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറാവണം. പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഒരു 4 പേർക്ക് സെർവ് ചെയ്യാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ തക്കാളീൻ്റെ ഉള്ളിൻ്റെയൊക്കെ എണ്ണം കൂടുതൽ വേണമെന്നേ ഉള്ളൂ. അതിനകത്തോട്ട് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഉടയ്ക്കാൻ പാകമായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു 2 സ്പൂൺ വേണ്ടി വരും. ഇത് നോർമൽ മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ ചേർത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. ഇത് അടിച്ചെടുക്കുമ്പം അതിനകത്തോട്ട് ഒരു ക്യാരറ്റിൻ്റെ പകുതിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ താളിച്ച് ചേർക്കുന്നുണ്ട്. നമ്മൾ എണ്ണയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയൊക്കെ നമ്മൾ താളിച്ച് ചേർത്തതാണത്. ഇനി അതിനകത്തോട്ട് ഒരു ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. പഞ്ചസാര എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനുമല്ല, ഇതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ താളിച്ച് ചേർക്കുന്നതിന് മുന്നേ ഉപ്പും കൂടി ഒന്ന് നോക്കണം. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒന്നും കൂടി ഉപ്പിടാവുന്നതാണ്. അപ്പോൾ ഗൈസ്, വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഓക്കെ, ബൈ.